ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം പഞ്ചായത്ത് നിർമ്മിച്ച ജനകീയാസൂത്രണം രജത ജൂബിലി സ്മാരക കവാടം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. വിജയോത്സവവും നടന്നു. രജത ജൂബിലി ആഘോഷം വളരെ വിപുലമായിട്ട് നമ്മൾ നടത്തി. അതോടൊപ്പം ഓരോ സ്മാരകവും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ടാക്കണം എന്ന് തദ്ദേശ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മനോഹരമായൊരു കവാടം പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ച് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതേ ചടങ്ങിൽ വെച്ചാണ് SLC +2 ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളെ പഞ്ചായത്ത് അനുമോദിക്കുന്നത്. LSSും USSും വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളെയും ഈ ഒരു വേദിയിൽ വെച്ച് അനുമോദിക്കുന്നു. കണ്ണൂർ ജില്ല വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുൻപന്തിയിലാണ്. കഴിഞ്ഞ 4 വർഷം സംസ്ഥാനത്ത് 3 വർഷം നമ്മൾ 1ാം സ്ഥാനത്തായിരുന്നു SLC റിസൾട്ട് വന്നത്. ഈ വർഷം 1ാം സ്ഥാനം പോലെ തന്നെയാണ് 2ാം സ്ഥാനവും. ചെറിയൊരു പോയിന്റിലാണ് നമ്മൾ 1ാം സ്ഥാനം നഷ്ടമായത്. എങ്കിലും അതിൽ നമുക്ക് പരിഭവമോ നിരാശയോ ഇല്ല. കണ്ണൂർ ജില്ലയിൽ ഈ ഒരു വലിയ നേട്ടം നമുക്ക് ലഭിച്ചതിന് ഒരുപക്ഷെ അതിനും കൂടി കാരണക്കാരായ SLC A+ വാങ്ങിയിട്ടുള്ള എല്ലാ മിടുക്കരെയും പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ജില്ലയുടെ അഭിമാനം ഉയർത്തുന്നതിൽ നിങ്ങളുടെ ഒരു വലിയ പങ്കുണ്ട് എന്ന് അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് C. രാജീവൻ അധ്യക്ഷനായി. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും LSS USS ജേതാക്കളെയും SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ചടങ്ങിൽ അനുമോദിച്ചു. Laiba Haris, Fatimat Shiva Nuruddin Tia, Saja Fatima Devi, Niyat PP, Anaga Vinod, Abhinav C. OC റിജിരാജ്, M. ധർമ്മജ, MP ദിലീപ് കുമാർ, P. ജിഷ, PK അബൂബക്കർ, M. മോഹനൻ, ഷീജ പനോൻ, PC ഷൈജ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്.